അസ്സലാമലൈക്കും. ഫത്തു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗുലാം ജാം ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. ഇത് ഞാൻ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ 10 ബ്രെഡിൻ്റെയും ഈ സൈഡിലുള്ള ഈ ചുവന്ന ഭാഗം അത്രയും കട്ട് ചെയ്ത് കളയണം. നമുക്കത് ആദ്യം കട്ട് ചെയ്ത് കളയാം. ഇത് നമ്മൾ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിക്കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളതങ്ങ് മാറ്റുന്നത്. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഫുള്ളും ഇതേപോലെ കട്ട് ചെയ്യണം. നമുക്ക് ഇതിനെന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിൽ നമ്മൾ സാധാരണ പാല്, നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്ന വീട്ടിൽ വാങ്ങുന്ന പാല് ഒരു ഗ്ലാസ്സിൽ കുറച്ചെടുക്കണം. അതിലൊരു 5 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ 1 ഗ്ലാസ് പഞ്ചസാര, പിന്നെ 1 ഏലക്കയുടെ ആവശ്യം. ഇത്രയും കൊണ്ടാണ് നമ്മളിന്ന് ഗുലാം ജാം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇനി ഈ ബ്രെഡെല്ലാം കട്ട് ചെയ്ത് എടുക്കാം. നല്ലതുപോലെ 4 പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്ത് നമുക്കിനി ഇതിനെ ഒരു മിക്സിയിൽ ആക്കി പൊടിച്ചെടുക്കാം. നല്ല നനവില്ലാത്ത ഒരു മിക്സിയിലിട്ട് വേണം നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നമുക്കിനി ഇതിനെ പൊടിച്ചു കൊണ്ടുവരാം. ബ്രെഡെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രൂപത്തിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നമുക്കതിന് ശേഷം ഇതിലോട്ട് നമ്മുടെ പാല്, പശുവിൻ പാല്, കാച്ചിയ പാൽ ഉപയോഗിക്കാം, കാച്ചാത്ത പാൽ ഉപയോഗിക്കാം. നമുക്ക് ഇതേപോലെ 5 ടേബിൾ സ്പൂൺ പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അതേ രൂപത്തിൽ കുഴച്ചെടുക്കണം. ഇത് ആ രൂപത്തിൽ നമ്മൾ കുഴച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. നമുക്ക് പാല് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 1 സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വാങ്ങിയത് വലിയ ബ്രെഡാണ്, അതുകൊണ്ടാണ് ഈ പാല് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വന്നത്. ചെറിയ സൈസ് ബ്രെഡാണെങ്കിൽ നമുക്ക് 5 ടേബിൾ സ്പൂൺ പാല് മതിയാവും. ഈ പരുവത്തിലാവണം. അതുപോലെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാവുകയും ചെയ്യണം. ഇതിനെ നമ്മളൊന്നുകൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. നല്ലതുപോലെ മിക്സാക്കണം. മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം. നമ്മൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ എടുക്കുമ്പോൾ നല്ലതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലാവുന്നത് വരെ നമ്മളിത് കുഴയ്ക്കണം. നമ്മളിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ചെറിയ രൂപത്തിൽ ഉരുട്ടിയെടുക്കണം. പൊട്ടലൊന്നും വരാൻ പാടില്ല. നല്ലതുപോലെ ഉരുട്ടി ഇതേപോലെ എടുക്കണം. കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കണം. അത് എന്നാലേ നമ്മൾ പൊരിക്കുമ്പോഴും ആ ഒരു ഇത് വരുള്ളൂ. ഇതുപോലെ നമുക്ക് മാറ്റിക്കാം. എല്ലാം നമുക്കിതേപോലെ ബോൾസുകളാക്കി മാറ്റാം. ഇതുപോലെ നല്ല ഉരുണ്ട രൂപത്തിലാക്കി നമ്മൾ ബ്രെഡെല്ലാം ബോൾസുകളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിരുന്ന പഞ്ചസാരയും പാനി കാച്ചി എടുക്കണം. നമുക്കിനി ഇത് രണ്ടും ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പഞ്ചാര പാനി കാച്ചി എടുക്കാം.
പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ഏലക്ക കൂടെ അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ പഞ്ചാരപ്പാനി തിളയ്ക്കുന്നുണ്ട്, പക്ഷേ ഒരു 2 മിനിറ്റെങ്കിലും അത് ഇങ്ങനെ നല്ല തിളച്ച് ഇത്തിരി കുറുകി ആ വെള്ളത്തിൻ്റെ ഒരു ഇത് കുറയണം. അതിന് ശേഷം നമുക്കത് ഓഫാക്കാം. കുറച്ചുകൂടി നമുക്കിത് കുറുകാനുണ്ട്. എന്നാൽ നൂൽ പരുവത്തിൽ ആ രൂപത്തിലൊന്നും ആകാൻ പാടില്ല. 2 മിനിറ്റ് ഒന്ന് കുറുകണം, അത്ര വേണം. നൂൽ പരുവം ആയില്ല, 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അത് ഓഫാക്കാം. ഈ പരുവത്തിൽ നമ്മൾ കാണുമ്പോൾ അതിന് ഇത്തിരി പോലെ കട്ടിയായിട്ടുണ്ട്. ഈ പരുവത്തിൽ നമ്മൾ തീ ഓഫാക്കി മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ച്. പക്ഷേ എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ബോൾസ് ഇടാൻ പാടുള്ളൂ. ബോൾസ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമല്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസായിട്ട് അതിലിട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഉടനെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. നമുക്ക് 10 ബ്രെഡിൽ നിന്നും 16 ബോൾസേ കിട്ടിയിട്ടുള്ളൂ. അത് നല്ല ചെറിയ ബോൾസാണ്. കൂടുതൽ ഉണ്ടാക്കും തോറും നമുക്ക് അതിൻ്റേതായ ക്വാണ്ടിറ്റി കൂട്ടണം. നമ്മുടെ ബോൾസ് എല്ലാം ഒരുവിധം ചുവന്നിട്ടുണ്ട്, പക്ഷെ കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട്. നമ്മളെ ഗുലാം ജാം വാങ്ങുമ്പോൾ അതിൻ്റെ കളർ അറിയാമല്ലോ, ആ കളറിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയും വേർപ്പുള്ള ആളുകൾ എന്തെങ്കിലും ഒന്നും കുളിക്കണം. ഈ രൂപത്തിൽ നമുക്കിത് കോരിയെടുക്കാം. എല്ലാം നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം. നമുക്കിനി നമ്മളെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ നമുക്ക് ഇതിലോട്ട് ഈ പഞ്ചസാര പാനി മുക്കി വെച്ചിരിക്കണം. പഞ്ചസാര പാനി പിടിച്ച് അത് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമുക്കിനി ഇതിങ്ങനെ മൂടി വയ്ക്കാം. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് മൂടി വയ്ക്കാം. ഗുലാം ജാം എല്ലാം തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റിയാണ്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഒരു 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഗുലാം ജാം എളുപ്പത്തിലുണ്ടാക്കാം. എല്ലാവരും വീട്ടിലുണ്ടാക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം.
നമ്മുടെ ഗുലാം ജാം എല്ലാം തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്യാം. വളരെ സോഫ്റ്റാണ്, അകത്ത് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.